നമുക്കറിയാം നമ്മുടെ രാജ്യം ഓരോ ദിവസം കഴിയുന്തോറും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫിനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഒരു നീക്കത്തിനോ ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിനെ പുറകോട്ട് വലിക്കാനായി സാധിക്കില്ല. പോരാതെ തന്നെ ആഭ്യന്തര യുദ്ധം നമ്മുടെ രാജ്യത്തുണ്ടാക്കാനായി പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിലുള്ള ചില മതമൗലികവാദികളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യം ഒരു ഡെഡ് എക്കണോമിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അമേരിക്കയിൽ സംഭവിച്ചത് അമേരിക്ക സമ്പൂർണ്ണമായി അടച്ചുപൂട്ടി. അമേരിക്കയിലെ ആൾക്കാർ തെരുവിൽ ക്യൂ നിൽക്കുകയാണ്. ഏകദേശം 42 ദശലക്ഷം ആൾക്കാർ അമേരിക്കയിൽ പട്ടിണിയുടെ വക്കിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഫണ്ടില്ലാത്തത് കൊണ്ട് പല സ്ഥാപനങ്ങളും അമേരിക്ക അടച്ചുപൂട്ടുന്ന റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ രാജ്യം 40ലേറെ രാജ്യങ്ങളിലേക്ക് നമ്മുടെ വിപണി വ്യാപിപ്പിച്ചു. പോരാ തന്നെ ദിവാലി സെയിൽസ് എല്ലാം തന്നെ അതിഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോയത്. 5.7 ട്രില്യൻ്റെ സെയിൽസാണ് ഇത്തവണ, റെക്കോർഡ് സെയിൽസാണ് ദിവാലിക്ക് വന്നിരിക്കുന്നത്. GST കുറച്ചതുകൊണ്ട് ജനങ്ങളുടെ പർച്ചേസിംഗ് പവറിൻ്റെ വിരാട രൂപം ലോകം കണ്ടു. ഇപ്പോഴിതാ വരുന്നത് ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടുകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ എക്സ്പോർട്ട്സ്, അതായത് സ്മാർട്ട് ഫോൺ കയറ്റുമതി 1.8 ബില്യണിലെത്തിയിരിക്കുന്നു. ഇതൊരു റെക്കോർഡാണ്. 1.8 ബില്യൺ സ്മാർട്ട് ഫോണുകൾ നമ്മൾ സെപ്റ്റംബർ 2025 വരെ കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ദ ഹയസ്റ്റ് എവർ മന്ത്ലി ഫിഗർ എന്നുള്ളത്, അതായത് സെപ്റ്റംബറിൽ മാത്രം നമ്മൾ കയറ്റുമതി ചെയ്ത 1.8 ബില്യൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മാസം നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ഫിഗറാണ് എന്നുള്ളതാണ്. 1.8 ബില്യൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ മുഴുവനായി കയറ്റി അയച്ചത് 923 മില്യണാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Electronic exports now stand at 22.2 billion in half of the year 26 up to 42% എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും രാജ്യത്ത് സ്മാർട്ട് ഫോൺ വിപണി കുതിക്കുകയാണ്. പോരാതെ തന്നെ നമ്മുടെ കയറ്റുമതിയും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.